നമസ്കാരം. കാത്തിരിപ്പിൻ്റെ ഇത്തിരി വെളിച്ചത്തിൻ്റെ തുരുത്ത് ഏറെ അകലെയല്ലെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ച ചിന്തകളാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. ഒറ്റപ്പെടലിലും വേദനയിലുമെല്ലാം ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ വെളിച്ച തുരുത്തിലേക്കാണ്. വാർത്താധ്യായങ്ങളുടെ അതിവേഗ യാത്രയ്ക്കിടെ കാണാതെ പോകുന്ന വാസ്തവ ചിത്രങ്ങളുമായി കാഴ്ചയ്ക്കപ്പുറം വീണ്ടും പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചയ്ക്കപ്പുറം ഇന്ന് ആദ്യം പറയുന്നത് അട്ടപ്പാടി ആദിവാസി ഊരിലെ വെണ്ണിലയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ കഥയാണ്. ദുരിതക്കയത്തിൽ കഴിഞ്ഞിരുന്ന വെണ്ണിലയുടെ ജീവിതത്തിന് വഴിത്തിരിവായത് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ അട്ടപ്പാടി ആദിവാസി ഊര് സന്ദർശനമാണ്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച വെണ്ണിലയുടെ ദുരിതകഥ കേട്ട രമേശ് ചെന്നിത്തല വെണ്ണിലയ്ക്ക് തുടർ പഠനത്തിന് വഴിയൊരുക്കുകയായിരുന്നു. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ 2 ദിവസത്തെ അട്ടപ്പാടി ഊരു സന്ദർശനത്തിനിടെയാണ് കരളലിയിക്കുന്ന ജീവിതകഥയുമായി വെണ്ണില എത്തിയത്. നഗരത്തിലെ കോളേജിൽ ബിരുദത്തിന് ചേർന്ന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള പണമില്ല. അച്ഛനും അമ്മയും വെവ്വേറെ പങ്കാളികൾക്കൊപ്പം പോയപ്പോൾ വെണ്ണില അനാഥയായി. മുത്തശ്ശി മാത്രമാണ് ഏക ആശ്രയം. ജീവിത ചെലവുകൾ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന മുത്തശ്ശിക്ക് പഠന ചെലവുകൾ താങ്ങാവുന്നതിനപ്പുറത്തുമായിരുന്നു. കോളേജിൽ അപേക്ഷ നൽകി എന്തു ചെയ്യണമെന്നറിയാതെ കാത്തിരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല ഊരു സന്ദർശനത്തിനെത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞത്. തന്റെ സങ്കടകഥ അദ്ദേഹത്തെ അറിയിക്കണമെന്നുറച്ച് അട്ടപ്പാടിയിലെ താഴേമുള്ളി ഊരിലെത്തുകയും ചെയ്തു. KPCC അധ്യക്ഷനു മുമ്പിൽ വെണ്ണില തന്റെ ദുരിതമയമായ ജീവിതം വിവരിച്ചു. മറ്റു പങ്കാളികൾക്കൊപ്പം പോയ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞതോടെ വാക്കുകൾ മുറിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഇല്ലാത്തവരെയാണ് ഞാൻ ഈ 5 വർഷം ജീവിക്കുന്നത്. ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ എനിക്ക് ആരോടൊരു കുറ്റബോധമൊന്നുമില്ല. അവരവന്റെ വഴിക്ക് പോയി അവന്റെ സന്തോഷം കണ്ടത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഒരു പോലീസിലോ ഒന്നിനും ഞാൻ അറിയിച്ചിട്ടില്ല. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ആരുടെ കുറ്റം പറയാൻ നിന്നിട്ടില്ല. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ അവന്റെ സാഹചര്യം അതായിരിക്കാം. പക്ഷെ ഞാനിപ്പോ അവരിപ്പോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും നിവൃത്തിയില്ലെന്നും അറിയിച്ചതോടെ എല്ലാ ചെലവുകളും ഏറ്റെടുക്കുന്നതായി രമേശ് ചെന്നിത്തല അറിയിച്ചു. വർഷങ്ങളായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ക്ഷണനേരത്തിൽ തന്നെ പരിഹാരമുണ്ടാവുമെന്ന് വെണ്ണിലയും കരുതിയിരുന്നില്ല. സന്തോഷം നിറഞ്ഞു നിന്നെങ്കിലും തേങ്ങിയെത്തിയ കരച്ചിലടക്കാനും കുട്ടിക്ക് കഴിഞ്ഞില്ല. ഏതു കോഴ്സിന് ചേർന്നാലും അതിനു വരുന്ന മുഴുവൻ പണവും KPCC അധ്യക്ഷൻ നിരവധി ആദിവാസി കുടുംബങ്ങളെ സാക്ഷിയാക്കി ഉറപ്പു നൽകുകയും ചെയ്തു. ഏതു കോഴ്സിനും എത്ര വേണമെങ്കിലും പഠിക്കാമെന്നും അദ്ദേഹം സ്നേഹത്തോടെ അറിയിച്ചു. ഏറെ സന്തോഷിക്കുന്ന ദിവസമാണിതെന്നും വാശിയോടെ തന്നെ പഠനം പൂർത്തീകരിക്കുമെന്നും വെണ്ണില പ്രതികരിച്ചു. ആദിവാസി ഊരിലുള്ള സ്കൂളിൽ അധ്യാപികയായി എത്തണമെന്നാണ് തന്റെ സ്വപ്നമെന്ന് വെളിപ്പെടുത്തിയാണ് വെണ്ണില തിരിച്ചുപോയത്. എനിക്കിപ്പോ പറയാനുള്ളത് എഡ്യൂക്കേഷന്റെ കാര്യമാണ്. ഞങ്ങൾക്കിവിടെ LP ഉണ്ട്. പക്ഷെ അതിനകത്ത് പഠിപ്പിക്കാൻ നല്ലൊരു ടീച്ചേഴ്സ് ഇല്ല. ടീച്ചേഴ്സിന്റെ കുറ്റം പറയണമെന്നല്ല, പക്ഷെ അവരത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഏത് സ്കൂളിലാണെങ്കിൽ നന്നായി പഠിപ്പിച്ചാൽ മാത്രമേ പിള്ളേരെ അവിടെ ചേർക്കാൻ അച്ഛനമ്മമാർ സമ്മതിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടികളെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നല്ലൊരു ടീച്ചേഴ്സിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ PSC ടെസ്റ്റ് എഴുതുന്നുണ്ട്. അത് എപ്പോ എഴുതുന്നു അത് ശരിക്കും കിട്ടുന്നത് ST പിള്ളേർക്കാണ്, SC ST പിള്ളേർക്കാണ്. പക്ഷെ അവർക്ക് അതിലോട്ട് എത്തിക്കാൻ ചേരുന്നില്ല. അതിന് കാരണം ITI മേഖല മുഖേനയാണ് ഈ PSC ടെസ്റ്റ് അയക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലോട്ട് അത് ITI മേഖല എത്തിക്കണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ ഡിഗ്രിക്ക് പാസ്സായി നല്ലൊരു ജോലി വാങ്ങിച്ച് ഞാൻ ഈ സ്കൂളിൽ തന്നെ ടീച്ചറായി ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
സ്കൂളിലേക്ക് പഠിക്കാവുന്നിടത്തോളം പഠിക്കാം. അധ്യാപികയായി ആദിവാസി ഊരുകളിലെ കുട്ടികൾക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴികാട്ടിയാകാം. അതുതന്നെയാണ് കാഴ്ചയ്ക്കപ്പുറവും ആഗ്രഹിക്കുന്നത്. പഠനത്തോടൊപ്പം കൃഷി എന്ന ആശയം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തതയിലേക്കുള്ള മാർഗമാവുകയാണ്. കൃഷി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി കുരുന്നുകൾക്ക് മണ്ണിന്റെ ഗന്ധമുള്ള പാഠങ്ങൾ പകർന്നു നൽകുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ MSLPS സ്കൂൾ. മലങ്കര സിറിയൻ കാത്തലിക് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ലോവർ പ്രൈമറി സ്കൂൾ അങ്ങനെ പഠനത്തിന്റെ പാതയിൽ വ്യത്യസ്തമാകുന്നു. സ്കൂളിലെ പഠനത്തിന് ഒരു പുതിയ മാനം കൈവന്നു എന്നതിന് തെളിവാണ് MSC പ്രൈമറി വിദ്യാലയത്തിലെ ഈ പുതിയ പാഠ്യരീതി. പഠനത്തോടൊപ്പം കൃഷിയുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ കുരുന്നുകൾ പുതിയ അധ്യയന വർഷത്തിലെ പഠനം തുടരുന്നത്. സ്കൂൾ മുറ്റത്ത് പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ ഈ കുഞ്ഞുങ്ങൾ ഒഴിവുവേളകളിലാണ് തോട്ടപരിപാലനത്തിനായി സമയം കണ്ടെത്തുന്നത്. പയർ, പടവലം, മുളക്, പാവൽ, വഴുതന, തക്കാളി, കപ്പ, വാഴ, നെല്ല് തുടങ്ങി വിവിധയിനം പച്ചക്കറികളുടെ കൃഷിയാണ് ഇവർ സ്കൂളിന്റെ ചുറ്റാകെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ഇവരെ പരിശീലിപ്പിച്ചത് ഇവിടുത്തെ അധ്യാപകരാണ്. കുട്ടികൾ കൃഷിയുടെ ബാലപാഠങ്ങൾ സ്വന്തം അധ്യാപകരിൽ നിന്നാണ് സ്വായത്തമാക്കിയത്. മണ്ണ് കിളച്ച് തടമെടുത്ത് പിന്നെ വിത്ത് നട്ട് പിന്നെ വില വരുമ്പോ പന്തല് കൊടുക്കുന്നത്. പടവലം, പാവയ്ക്ക, നെല്ല്, പയറ്, വാഴ. ടീച്ചർ പറയുന്നത് എല്ലാ ഉച്ചയ്ക്കും വൈകുന്നേരം വെള്ളം ഒഴിക്കണം, പിന്നെ ജൈവവളമൊക്കെ ഇടണം, പിന്നെ ഇവിടുത്തെ കളയൊക്കെ പറിക്കണം. അങ്ങനെയൊക്കെയാണ് അധ്യാപകർ പറയുന്നത്. ടീച്ചർമാരുടെ ഈ പറഞ്ഞു തന്നുകൊണ്ട് കൃഷി ചെയ്യാനൊക്കെ മോൻ പഠിച്ചായിരുന്നു? എന്തൊക്കെ പഠിച്ചു? ചെറുതായിട്ട് പഠിച്ച് കള പറിക്കാനും പിന്നെ ജൈവവളം ഇടാനും പിന്നെ വെള്ളം ഒഴിക്കാനും അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ എപ്പോഴൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്? 1 മണി മുതൽ 2 മണി വരെ, വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ. എന്ത് കൃഷി ചെയ്യാനാണ് മോക്ക് ഇഷ്ടം? പയർ കൃഷി. വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടോ? ഇവരുടെ മുൻവർഷത്തെ ശ്രമഫലമായി വിദ്യാലയത്തിന് ചുറ്റും നട്ട വാഴകൾ പലതും കുലച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ വിളയിക്കുന്ന മുഴുവൻ കൃഷി വിഭവങ്ങളും ഇവിടുത്തെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സ്കൂളിലെ 4 ക്ലാസുകളിലായി പഠിക്കുന്ന 60ഓളം കുട്ടികൾ ചേർന്നാണ് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം ഈ തോട്ടത്തിന്റെ പരിപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുട്ടികളിൽ നല്ല താല്പര്യമാണ്. കൃഷി ചെയ്യാനും അത് കിളയ്ക്കാനും അതിൽ കളപറിക്കാനും അതിൽ വെള്ളമൊഴിക്കാനും ഒക്കെ, പ്രത്യേകിച്ച് പിന്നെ വളമിടുന്നതിലും വരെ അവർക്ക് വളരെ താല്പര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പഠിക്കുന്നത് എന്തായാലും കുട്ടികൾ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുണ്ടാകും, അവർക്ക് കൃഷിയോടുള്ള ഒരു അവബോധം ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ 1ാം ക്ലാസ് മുതലുള്ള എല്ലാ ക്ലാസ്സുകളിലും ഈ കൃഷി അവരുടെ പാഠപുസ്തകത്തിലെ പാഠ്യവിഷയമായി തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ആ ഒരു ബോധം ഉണ്ടാകണം. കുട്ടികൾക്ക് വളരെയധികം താല്പര്യമാണ്. എനിക്കും കൂടുതൽ രസകരമായ, കൂടുതൽ അനുഭവപ്രദമായ ഒരിതാണ് കൃഷി ചെയ്യുക എന്നത്. എൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് പിള്ളേർക്കും കൂടി പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി ഞാൻ പിള്ളേരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ പിള്ളേരെ പിടിച്ചു നിർത്തി അവർക്ക് പച്ചക്കറി കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിള്ളേരെ വിട്ട് ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്. കൃഷിപാഠം കൂട്ടായ്മയായ അഗ്രി ഫ്രണ്ട്സ് സംഘടിപ്പിച്ച ഹരിതയാനം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പോടുകൂടിയ സാക്ഷ്യപത്രം ലഭിച്ചത് ഇവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നു.
കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സംസ്കാരമായിരുന്ന കൃഷി ഇന്ന് ഏറെക്കുറെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. കൃഷി ഒരു സംസ്കാരമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനം. ഇത് ആർക്കും അനുകരിക്കാവുന്ന നിശബ്ദ സന്ദേശവും ഇതിന് പിന്നിലുണ്ട്. കാർഷിക വൃത്തിയുടെ മഹിമയാണ് ഈ വിദ്യാലയം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള മാതൃകകൾ ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ കേരളം പാഠപുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മലനാടാവുകയുള്ളൂ. ജീവൻ സംരക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ ജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അനാഥമായി പോയ ഒരു കുടുംബത്തെക്കുറിച്ചാണ് കാഴ്ചയ്ക്കപ്പുറം ഇനി പറയുന്നത്. ഒരു ഡോക്ടർ കാട്ടിയ അനാസ്ഥ ഈ കുടുംബത്തെ തീരാ ദാരിദ്ര്യത്തിലേക്കാണ് തള്ളിവിട്ടത്. മൂവാറ്റുപുഴ സൗത്ത് മാറാടി വള്ളവും തടത്തിൽ അനിതയുടെ അപ്രതീക്ഷിത മരണം അച്ഛനില്ലാത്ത പറക്കമുറ്റാത്ത 2 കുരുന്നുകളുടെ ഒരുപിടി സ്വപ്നങ്ങളെയാണ് ചാരമാക്കിയത്. ഡോക്ടർ വേണ്ട വിധത്തിൽ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 19-ാം തീയതി എലിപ്പനി മൂലം മരിച്ച അനിതയുടെ മരണം അനാഥമാക്കിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സൗത്ത് മാറാടി വള്ളവോം തടത്തിൽ സന്തോഷിന്റെ കുടുംബത്തെ. നിത്യരോഗിയായ സന്തോഷിനെയും വൃദ്ധയായ മാതാവിനെയും സംരക്ഷിച്ചിരുന്നത് വിധവയായ സഹോദരി അനിതയായിരുന്നു. 15 വർഷം മുമ്പ് കരൾ രോഗം ബാധിച്ച് അനിതയുടെ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് സന്തോഷ് ഗർഭിണിയായ സഹോദരിയെയും മകനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരികയായിരുന്നു. സഹോദരിയെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച സന്തോഷിനോട് വിധി വളരെ ക്രൂരമായാണ് പെരുമാറിയത്. മൂവാറ്റുപുഴയിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടയിലാണ് സന്തോഷിനെ ബ്രെയിൻ ട്യൂമർ പിടിപെടുന്നത്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും മറ്റൊന്നിൻ്റേത് ഭാഗികമായും നഷ്ടപ്പെട്ടു. ശരീരം ഭാഗികമായി തളരുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ രോഗം പൂർണ്ണമായി സുഖപ്പെടുമെന്നാണ് അന്ന് ഡോക്ടർ അറിയിച്ചത്. 3 മാസം കഴിഞ്ഞ് ആൻജിയോഗ്രാം ടെസ്റ്റിന് ശേഷമാണ് ഡോക്ടർ അറിയിച്ചത് 1 വർഷത്തിൽ പൂർണ്ണമാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ 95% സുഖപ്പെട്ടിരുന്നു. അത് ശേഷം സൈഡ് തളർച്ച തുടങ്ങി. ഒരു 50% വൈകല്യമുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് അനാഥമായ കുടുംബത്തിന്റെ ചുമതല സഹോദരി അനിതയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. സഹോദരിയെ ആശ്രയിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. സഹോദരിയുടെ മരണത്തോടെ ഞങ്ങൾ അനാഥമായി, കുടുംബം അനാഥമായി. വൃദ്ധയായ മാതാവും ഞാൻ തലച്ചോറ് സംബന്ധ രോഗിയും വിദ്യാർത്ഥികളായ 2 കുട്ടികളുമുണ്ട്. പ്രായമായ അമ്മയെയും രോഗിയായ സഹോദരനെയും വിദ്യാർത്ഥികളായ 2 കുട്ടികളെയും അനിത പോറ്റിയിരുന്നത് ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു. അപ്പോൾ സഹോദരിയുടെ കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചത്. ജോലി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അടുത്തുള്ളൊരു കമ്പനിയിൽ മെഴുകുതിരി ബുക്ക് വെൻഡിങ്, മെഴുകുതിരി നിർമ്മാണം, ഇതൊക്കെ ആയിരുന്നു ജോലി. സഹോദരിയുടെ ആശ്രയിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അനിതയ്ക്ക് കഴിഞ്ഞ 7-ാം തീയതി പനി വന്നതിനെ തുടർന്ന് പാരസെറ്റമോൾ ഗുളിക വാങ്ങി കഴിച്ചു. വീണ്ടും പനി കുറയാഞ്ഞതിനെ തുടർന്ന് മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. പനിക്കുള്ള മരുന്ന് നൽകിയെങ്കിലും 2 ദിവസമായി പനി കുറഞ്ഞില്ല. ശ്വാസം മുട്ടലും കാലുകൾക്ക് നീരും വന്ന് അവശയായതിനെ തുടർന്ന് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ അതേ ഡോക്ടറെ തന്നെ കണ്ടപ്പോൾ
പരിശോധിച്ചു നോക്കാൻ പോലും തയ്യാറാകാതെ വീണ്ടും പനിക്ക് മരുന്ന് കുറിച്ച് നൽകി. പാരസെറ്റമോളും മരുന്ന് കഴിച്ചു. കഴിഞ്ഞ് ഏപ്രിൽ 9-ാം തീയതി ഡോക്ടർ രാഖിയെ കൺസൾട്ട് ചെയ്ത് വീട്ടിൽ പോയി. അന്ന് ഡോക്ടർ 3 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 3 ദിവസം 4-ാം ദിവസം ഏപ്രിൽ 13-ാം തീയതി ഡോക്ടർ രാഖിയെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടർ യാതൊരു പരിശോധനയും കൂടാതെ 15 ദിവസത്തേക്ക് മരുന്ന് കുറിക്കുകയും ചെയ്തു. അടുത്ത ദിവസം പനി മൂലം ബോധക്കേടുണ്ടായതിനെ തുടർന്ന് മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് അസുഖം എലിപ്പനിയാണെന്ന് കണ്ടെത്തിയത്. വിഷുവിൻ്റെ അന്ന് ഡോക്ടർ ചേച്ചിക്ക് അസുഖം വളരെ മൂർച്ഛിക്കുകയും നെഞ്ചിൽ ഇല്ലാത്ത അസ്വസ്ഥതയും അതുപോലെ ശ്വാസം മുട്ടലും മൂത്രവും തടസ്സവും ഉണ്ടായി. മൂവാറ്റുപുഴ സെൻറ്റ് ജോർജിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായ സെൻറ്റ് ജോർജിൽ അഡ്മിറ്റാവുകയും ചെയ്തു. അഡ്മിറ്റായാലും പ്രവേശിച്ചു. അവിടെ വിവിധ ടെസ്റ്റുകൾക്ക് ശേഷം ഡോക്ടർ എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 5 ദിവസം ICUവിൽ കടന്ന ശേഷം കഴിഞ്ഞ 19-ാം തീയതി അനിത മരിച്ചു. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇതോടെ നഷ്ടമായിരിക്കുന്നത്. അസുഖമായിട്ട് പാടില്ലാതെ ആയിരിക്കണം. മോൾക്ക് 2 കുട്ടികളുണ്ട്. അതിന് 2 സ്കൂളിൽ പോകണം. അതൊന്നും വശമില്ലാതിരിക്കുക ഞങ്ങൾ. സമയത്തിന് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് സഹോദരി മരിക്കാനിടയായതിന് കാരണക്കാരനായ ഡോക്ടർക്കെതിരെ സന്തോഷ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പോലീസിൽ കഴിഞ്ഞ മെയ് 11-ാം തീയതി പോലീസ് പരാതിപ്പെടുകയും പോലീസ് യാതൊരു നിയമ നടപടിയും എടുക്കുകയും ചെയ്തിട്ടില്ല. ഡോക്ടർ രാഖിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പോലീസ് നടപടി സ്വീകരിക്കാത്തത്. ഒരു FIR പോലും പോലീസ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട DGPക്കും ആഭ്യന്തരമന്ത്രിക്കും ഞാൻ ഇതിനെപ്പറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി കാത്തിരിക്കുകയാണ് സന്തോഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു അനിത. എന്നാൽ ഒരു ഡോക്ടർ തന്റെ കർമ്മത്തിൽ കാണിച്ച അശ്രദ്ധ ഈ കുടുംബത്തിന്റെ ഗതി തന്നെ മാറ്റി. ശമ്പള വർധനവിനും ജോലിഭാരം കുറയ്ക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടുമ്പോൾ ഒരു നിമിഷം കേരളത്തിലെ ഡോക്ടർമാർ ഓർക്കുക, നിങ്ങളെ ദൈവദൂതരായി കാണുന്ന സാധാരണക്കാരെ. നീതിയുടെ വെളിച്ചവും സ്നേഹസാന്ത്വനങ്ങളുടെ സാമീപ്യവും അന്യമായ ജീവിത ചിത്രങ്ങളെ സുമനസ്സുകൾക്ക് പരിചയപ്പെടുന്ന മാധ്യമധർമ്മമാണ് ഞങ്ങളുടേത്. വാർത്താവേഗതയിൽ കടന്നു പോകുന്ന ഈ ദൃശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ പ്രേക്ഷകരുടെ സഹായവും ഞങ്ങൾ തേടുന്നു. വേറിട്ട വാർത്താചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എഴുതുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയിൻ TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.